നമ്മുടെ കൃഷിസ്ഥലത്തെ കണ്ടോ, നമ്മുടെ പറമ്പിൽ കപ്പയൊക്കെ നട്ടാണ് കേട്ടോ അച്ഛൻ. എല്ലാം കിളിർത്ത് വന്നു കണ്ടോ. ഇതിന് ചുറ്റും ഇങ്ങനെ വേലി പോലെ കെട്ടിയേക്കുന്നത് എന്താണെന്നറിയോ? പഴയ സാരികളും ഒക്കെ വെച്ചിട്ട് കെട്ടിയേക്കുന്നതാണ്. നമ്മുടെ ഇവിടെ പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് സാധനം, ഈ കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള ചേന, ചേമ്പ് എന്ത് വെച്ചാലും അതിൽ കിഴങ്ങായി കഴിയുമ്പോൾ ആശാന്മാർ വന്നിട്ട് അതങ്ങനെ കൊണ്ടുപോകും. ഇപ്രാവശ്യം നമ്മുടെ ചക്ക ഇതേപോലെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്ക ഇതേപോലെ താഴെയുള്ളതൊക്കെ ആയ സമയത്ത് ഞങ്ങൾ പഴുക്കാൻ അങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ ആയ സമയത്ത് വന്നിട്ട് കുറേ എണ്ണം അതുങ്ങൾ ഇട്ടിട്ട് പോയി. ഇതെന്താണെന്നറിയോ? ഇത് നിത്യവഴുതനങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ്. കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പച്ച നട്ടതാണ്. ഇതിൻ്റെ കൂടെ 2-3 വിത്തുകൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ, വഴുതനയുടെ തന്നെ. അപ്പോൾ അത് ഞാൻ മുളപ്പിച്ചിട്ട് നടാമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് ചെറുതായിട്ട് മുളപ്പിച്ചിട്ട് അവിടെ കുറച്ചപ്പുറത്തായിട്ടും നട്ട് വെച്ചു. പക്ഷെ അത് മുളച്ചില്ല. പക്ഷെ ഇത് അച്ഛൻ ഡയറക്റ്റ് സീഡ് ഇട്ടിട്ട് ഇതിന്ന് കിളിർത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഈ കോലൊക്കെ കെട്ടി വെച്ചേക്കുന്ന ഇത് പന്തൽ പോലെ ഇനി കെട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെ ബേസ് കെട്ടി ഇനി ഇതിന് മുകളിൽ പന്തലിനിടുന്ന ഒരു നെറ്റില്ലേ, ബ്ലൂ കളർ, നമ്മൾ ഫാഷൻ ഫ്രൂട്ടിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഇടാനാണ്. ഇത് കണ്ടോ, ചീരയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഒരു ശോകം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഇവിടെ മഴയില്ല. പക്ഷെ മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അങ്ങനെ ആർത്തലിച്ച് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ക്ഷീണമുണ്ട് കേട്ടോ. കണ്ടോ കുമ്പളങ്ങയുടെ ഇത് കണ്ടോ, ഇങ്ങനെ കുമ്പളങ്ങനെ ഫുള്ള് പടർന്നിട്ട് നിറയെ പൂക്കളുണ്ട്, കുറേ കായുണ്ട്. ചിലത് ആയി കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല വലിയ കുമ്പളമാണ് കേട്ടോ. ചെറിയ കുമ്പളമുണ്ട്, അത് നമ്മൾ ആ വേലി ഇട്ട് അവിടെ പടർത്തി വിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ പയറും, ഇത് പാവലാണെന്നാണ് തോന്നുന്നത്. ഇതിവിടെ അന്ന് നമ്മൾ പയർ നടുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, തടവെടുത്ത് പയർ നടുന്ന. കണ്ട് ഇവിടെ നിന്ന് അവിടം വരെ പയർ നട്ട് എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, എല്ലാം മുളച്ച് അവിടെ എത്തിയിട്ടുണ്ട്. ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ ഇവിടെ നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും. നല്ല ചെറിയ കുമ്പളങ്ങയാണ് കേട്ടോ. നിങ്ങളുടെ അവിടേക്ക് എന്താ പറയുകയെന്ന് അറിയത്തില്ല. ഇത്ര വലുപ്പമാണ് മാക്സിമം അതിന് വരുള്ളൂ. ഇതിനുള്ളിലുള്ള ദശ കുറവായിരിക്കും. എന്താ പറയുക, അതിനുള്ള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇല്ലേ, തോല് കഴിഞ്ഞാൽ കുറച്ച് ദശ ഉണ്ടാവുള്ളൂ. പക്ഷേ വലിയ കുമ്പളം നമ്മുടെ ഇവിടെ ഉള്ളതിൽ നല്ല ദശ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ തന്നെ മുളച്ച് വന്നതാണ് കേട്ടോ. നമ്മൾ ഈ വളമൊക്കെ ഇടുമ്പോൾ അതിൽ നിന്നൊക്കെ മുളച്ച് വന്നേക്കുന്നതാണ്. കണ്ടോ, ഇവിടെ വലിയ കുമ്പളമുണ്ട്. നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ കുമ്പളമുണ്ട് കേട്ടോ, ഉണ്ടായി കിടക്കുന്നുണ്ട്. അത് കണ്ടോ, കാണുന്നുണ്ടോയെന്നറിയില്ല, കുഴിയുടെ ഉള്ളിലൊരു കുമ്പളം. ഇവിടെ ഇങ്ങനെ കാട് പോലെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇത്രേ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതാ ഇവിടെ ഒന്നുണ്ട്. പിന്നെ നിറയെ പൂക്കൾ കണ്ടോ, നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൃഷിഭവനിലെ സപ്പോർട്ടൊക്കെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ദേ കുമ്പളം, ഇവിടെ ഒരു കുമ്പളം ഒത്തിരി ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വിത്തിട്ട് മുളപ്പിക്കാണ്ട് തന്നെ കണ്ടോ, ഇതെല്ലാം തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ് കണ്ടോ. നല്ല നീളത്തിൽ വലിപ്പത്തിലുണ്ടായിട്ടുണ്ട്. മഴയുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു മെച്ചം ഉണ്ടാവുമായിരുന്നു. മഴയില്ല. ഇവിടെ മത്തൻ കുറേ കാലമായിട്ടോ. മത്തൻ പിടിച്ച് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് തോന്നുന്നു. കണ്ടോ, ആദ്യത്തെ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ പൂവുണ്ട്. അത് നമ്മൾ ആ ഭാഗത്തായതുകൊണ്ടേ എനിക്ക് തോന്നുന്നു വെയിൽ അവിടെ കുറവാണ്. അതുകൊണ്ടാണോ പൂക്കാതിരുന്നതെന്ന് അറിയില്ല. ഇവിടെ എത്തിയപ്പോൾ അതിന് അത്യാവശ്യം വെയിൽ കിട്ടിയിട്ട് വേണം. ഇങ്ങനെ പടർന്ന് വിറകൊക്കെ വെച്ചതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറിയേക്കും. ഈ പുല്ല് പോലെ കാണുന്നതേ നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട്, ഇത് കണ്ടോ,
ഇതൊക്കെ പുല്ല് പോലെ തോന്നും. ഇത് നമ്മൾ ചോളമില്ലേ, ചോളം പറഞ്ഞാൽ സ്വീറ്റ് കോണായിട്ട് നമ്മൾ കഴിക്കില്ലേ, മധുരമുള്ളത്. അപ്പോൾ അതിൻ്റെ വിത്ത് ഇട്ടിട്ട് മുളച്ചതാണ് കേട്ടോ. ഈ തെങ്ങിന് തടമെടുത്തതിന് ചുറ്റും ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അത് പിടിച്ച് കായ് കിട്ടുമോയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അവിടെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് അച്ഛൻ. ഈ കുഴി നമുക്ക് തെങ്ങ് നടാനുള്ളതാണ് കേട്ടോ. കുഴി എടുത്ത് വെച്ചേക്കുന്നതാണ്. JCB വന്നപ്പോൾ അങ്ങനെ കുഴി എടുത്ത് വെച്ചേക്കുന്നത്. നല്ല ഇനം തെങ്ങുകളൊക്കെ മഴ തുടങ്ങുന്ന സമയത്ത് വാങ്ങിയിട്ട് നടണം കേട്ടോ. അപ്പോൾ ചോളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ചോളത്തിന് ഒത്തിരി എന്താ പറയുക, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഒത്തിരി വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല, പക്ഷെ അത്യാവശ്യത്തിന് നനവ് വേണം. അപ്പോൾ മഴയുള്ള സമയത്തായതുകൊണ്ട് അത് നന്നായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.